വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് കോൾസ്ലോ എന്ന് പറയുമ്പോൾ നല്ല വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇത്ര വലിയ പ്രത്യേകത ആർക്ക് ഉണ്ടാക്കാൻ അറിയാത്തത്, അതിൽ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ കുക്കിംഗ് തുടങ്ങിയ സമയത്ത് കോൾസ്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം എനിക്ക് മയണൈസ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ മയണൈസ് ഉണ്ടാക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കരുവള്ളിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് മുട്ട ചേർത്തും ചെയ്യാം, ഒന്ന് മുട്ട ചേർക്കാണ്ടും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞാൻ 2 തരത്തിൽ കട്ട് ചെയ്യുന്ന രീതിക്ക് കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള കോൾസ്ലോ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾസ്ലോ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ഓഫ്കോഴ്സ് ക്യാബേജ് അല്ലേ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ക്യാബേജ് നമുക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ക്യാബേജിൻ്റെ ഓരോ ഇലയും നമുക്ക് ഇതിൽ നിന്ന് വിടർത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ക്യാബേജ് അവൈലബിൾ ആണ്. അതായത് ഗ്രീൻ ക്യാബേജ് എന്ന് പറഞ്ഞ് കിട്ടും, പിന്നെ നമ്മുടെ നാടൻ ക്യാബേജ്, വേറെ ഒരുപാട് ടൈപ്പ് ക്യാബേജ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സാലഡിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ക്യാബേജാണ്. ആ സമയം നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാബേജാണുള്ളത് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വയലറ്റ് പേർപ്പിൾ കളർ ക്യാബേജ് ഇല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തുള്ള ഗ്രീൻ ആയിട്ടുള്ള ക്യാബേജാണ്, അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ക്യാബേജാണ്. ഞാനിപ്പോൾ 2 തരത്തിൽ അരിഞ്ഞ് കാണിച്ചു തരാം, 2 തരത്തിൽ ഉണ്ടാക്കിയും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതനുസരിച്ച് ചെയ്യുക കേട്ടോ. കാരണം ഇത് വെറുതെ ഇങ്ങനെ കഴിയുകൊണ്ട് കാര്യമില്ല. കാരണം ഓരോ ലീവ്സും കഴുകി കഴിഞ്ഞാൽ മാത്രം അതിനുള്ളിൽ നിന്നുള്ള എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാബേജിൽ ഒരുപാട് ഈ കട്ടിയുള്ള ഭാഗം ഉണ്ടാവില്ല സാലഡിൻ്റെ ക്യാബേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഇച്ചിരി ഇങ്ങനെ കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സാധാരണ ക്യാബേജ് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാബേജിൻ്റെ ലീവ്സ് നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2 തരത്തിൽ ഞാൻ ക്യാബേജ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ തിക്കായിട്ടുള്ള പോർഷൻ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ലീഫും ഇങ്ങനെ ചുരുട്ടി വെക്കുക, ചുരുട്ടി എടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായല്ലോ. അതിനുശേഷം ഇങ്ങനെ അരിയുമ്പോൾ നീളത്തിൽ അതേസമയം നൈസായിട്ട് നമുക്കിങ്ങ് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല കടകളിൽ പോകുമ്പോൾ പല രീതിയിലാണ് കോൾസ്ലോ കാണുക. അതായത് ചിലത് വലിയ പീസസ് ആയിട്ടുണ്ടാവും, ചിലത് വളരെ നൈസ് ആയിട്ടുണ്ടാവും, ചിലത് വളരെ ചെറുത് തന്നെ പക്ഷേ സ്ക്വയർ ടൈപ്പ് ആയിരിക്കും അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അതും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ചിലത് കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി എഫക്റ്റ് ആയിരിക്കും, ചിലത് നല്ല ഇച്ചിരി സോഗി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിവേ, അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ നീളത്തിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലീൻ ആയിട്ടുള്ള ബൗളിലോട്ടങ്ങ് ഇട്ട് കൊടുക്കും. 2 ഇലയും കൂടെ അരിഞ്ഞ് ആ ബൗളിലോട്ട് തന്നെ സെയിം പോലെ തന്നെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന മെത്തേഡിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ ക്യാബേജ് ഇതേപോലെ നീളത്തിൽ തന്നെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് വേണ്ടത് എന്താണ്? ക്യാരറ്റ്. ഇപ്പോൾ ഞാൻ ഈ ക്യാബേജൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന നല്ല തണുത്തിട്ടുള്ള ക്യാബേജ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപ്, അതായത് കോൾസ്ലോ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ക്യാബേജും ക്യാരറ്റൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ക്യാരറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ടെൻഡർ ആയിട്ടുള്ള, അതായത് ഇളയ ക്യാരറ്റ് വാങ്ങിക്കണമെങ്കിൽ കുറച്ച് നന്നായിരിക്കും, കുറച്ച് സ്വീറ്റ് ആയിരിക്കും. ചിലത് ചെറിയൊരു കൈപ്രസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഈ പോർഷൻ, ഈ കടഭാഗം എടുക്കാറില്ല ഏത് സാലഡ് ഉണ്ടാക്കുമ്പോഴും. കാരണം നമ്മുടെ സാലഡിന് ഒരു ചെറിയ കനപ്പുരസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന കാരണം തന്നെ ഞാനിവിടെ ഗ്രേറ്ററിൻ്റെ സഹായമാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റർ എടുക്കുക. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിൽ കൂടെ നമുക്ക് ഇതങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് വളരെ കുറച്ച് മാത്രം നമ്മൾ കോൾസ്ലോയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി മാത്രം. കാബേജ് ഇപ്പോൾ നമുക്ക് 1 കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വെറും ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും, ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത്ര മാത്രം മതിയാവും. അതായത് ഒരു ക്യാരറ്റിൻ്റെ 1/4 പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. റെസിപ്പി നമ്പർ 1 എന്ന് പറയുന്നതിലോട്ട് നമ്മൾ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ക്യാബേജ് നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ ആപ്പിൾ സോഡ വിനീഗർ ഏതായാലും കുഴപ്പമില്ല ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കിനും ഇതിലോട്ട് നന്നായിട്ട് ഈ പറഞ്ഞ രുചികളെല്ലാം പിടിക്കും.
അപ്പോൾ നമ്മളെ സാലഡിന് കോൾസ്ലോയ്ക്ക് ഒരു പ്രത്യേക രുചി കിട്ടും. മാത്രമല്ല ഈ കോൾസ്ലോ ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴാണ്. കാരണം സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നീളത്തിലുള്ള അരിഞ്ഞിരിക്കുന്ന കോൾസ്ലോ ആണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും ആ കോൾസ്ലോ. അതേസമയം മറ്റേ സ്ക്വയറിൽ അരിയാൻ പോകുന്നത് നമ്മൾ സാധാരണ കോൾസ്ലോ ആയിട്ട് തന്നെ കഴിക്കാനും ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ കഴിക്കാനും ഉപയോഗിക്കുന്ന കോൾസ്ലോ ആണ്. ഓക്കെ, അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട്, അതായത് സ്ക്വയർ ടൈപ്പായിട്ട് അരിയാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യാബേജിൻ്റെ ലീഫ് എടുക്കാം. എന്നിട്ട് ഈ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ലീഫ് പകുതിയായിട്ട് മടക്കാം. ഓക്കെ, എന്നിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് നമുക്കങ്ങ് അരിയാം. മനസ്സിലായല്ലോ? ഇതിനെ വീണ്ടും ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. അപ്പോൾ ഒരു ചെറിയ ചെറിയ സ്ക്വയേഴ്സ് നമുക്ക് കിട്ടും. ഇതൊരു വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതാക്കി അരിയുക, അതല്ലെങ്കിൽ ആദ്യം ചെയ്ത പോലെ അരിയും. 3 ലീഫ് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ബൗളിലോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഏകദേശം ഒരു 1.5 കൈപ്പിടി വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, ക്യാരറ്റ് വേണം അതിലോട്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ പോർഷൻ മാത്രം എടുക്കുക. എന്നിട്ട് ഇത് നല്ല നൈസായിട്ട് ചതുരത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നീളത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് മുറിക്കുക. എന്നിട്ട് അതിനെ വീണ്ടും വളരെ നൈസായിട്ട് ഇതേപോലെ അങ്ങ് മുറിക്കുക. അതിനെ വളരെ നൈസാക്കിയിട്ട് വേണ്ട, വളരെ നൈസായിട്ടുള്ള പീസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ചെറിയ കഷ്ണം മൊത്തത്തിൽ മുറിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ക്യാരറ്റും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കത്തിയുടെ കാര്യം. എന്നിട്ടും വീഡിയോസ് ഓരോന്ന് കാണുമ്പോൾ ഇപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട് ഈ കത്തിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അപ്പോൾ ഈ കത്തിയുടെ പേരാണ് ഫിക്സ്വെൽ. ഇതൊരു ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ദുബായ് ലുലു എന്നാണ് വാങ്ങിക്കാറ്. ലുലുവിലില്ലെങ്കിൽ വേറെ തലാൽ എന്നൊക്കെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഇത് വുഡനാണ്, വുഡൻ്റെ ഹാൻഡിലാണിത്. അതായത് മരത്തിൻ്റെ ഹാൻഡിലാണ്. അതുപോലെ തന്നെ ഒരു കത്തിക്ക് ഇവിടെ ദിറംസിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 7.5 ദിറംസ് വിലയുണ്ട്. അപ്പോൾ ചീപ്പായിട്ടുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ്. മാത്രമല്ല മരത്തിൻ്റെ പിടിയല്ലെങ്കിലും ശ്രദ്ധിക്കണം. ഇതുപോലത്തെ വുഡൻ കളറിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. ഇതിൻ്റെ പേരെന്താണ്? ഫിക്സ്വെൽ. ഓക്കെ, ഇപ്പോൾ സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടില്ലേ, എന്തായിരുന്നു, വിനീഗറും ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിഴിഞ്ഞ് എടുക്കുമ്പോൾ കുറച്ച് വെള്ളം വരും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് അതായത് ഇപ്പോൾ പിഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട, നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഇത് എക്സസ് ആയിട്ടുള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കിത് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതെ ഞാൻ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരറ്റിലോട്ടും ഓൾറെഡി തന്നെ ഇതിൻ്റെ ഉപ്പും പുളിയും മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? മയോണൈസ് അല്ലേ. അപ്പോൾ മയോണൈസിൻ്റെ ടേസ്റ്റ് ആദ്യം നോക്കണം, ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. അതിനനുസരിച്ച് വേണം എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും വേണോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യത്തിന് ചെറിയ പുളിയുണ്ട്, ചെറിയ മധുരമുണ്ട്, ചെറിയ ഉപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എഗ്ലെസ് മയോണൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ് മയോണൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാം 1 മിനിറ്റ് വീഡിയോ ആണ്. നമ്മൾ മിക്സിയിൽ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന എഗ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. ഇതിൽ നല്ല പുളിയുണ്ട്, പക്ഷേ മധുരം കുറവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി വേണ്ട, മയോണൈസിൽ അത്യാവശ്യം പുളിയുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയാണ് കുറവ്. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ മയോ ചേർത്ത് കൊടുക്കാം. ചിലവരിപ്പോൾ കോൾസ്ലോ ഉണ്ടാക്കുമ്പോൾ ഇതിൽ എക്സ്ട്രാ ബട്ടർ മിൽക്ക് ചേർക്കും, അതായത് മോര് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോർ ക്രീം ചേർക്കാറുണ്ട്. എനിക്കതിൻ്റെ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇതിൽ വൈറ്റ് വിനീഗർ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വൈറ്റ് വിനീഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി എൻ്റെ മയോണൈസിൽ അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എക്സ്ട്രാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് അങ്ങ് മയോണൈസ് പാടില്ല. അതേസമയം എല്ലാ ഭാഗത്തേക്കും എത്തുകയും വേണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കോൾസ്ലോ ഞാൻ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം മയോണൈസ് വേണം.
അപ്പോഴാണ് ആ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കണം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്, അതേസമയം ഓവറായിട്ടില്ല. അല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക, അല്പം മാത്രം മതി, നിർബന്ധമൊന്നുമില്ല പെപ്പർ പൗഡർ. ഒരു പേരിന് വേണ്ടി മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു നുള്ളു മാത്രം ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല, ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഞാൻ ഈ കോൾസ്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പെർഫെക്റ്റ് ആണ്. വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എക്സ്ട്രാ പഞ്ചസാര മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ മയണൈസിൽ കറക്റ്റായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മളിതിലേക്ക് വിനീഗറും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിരുന്ന ക്യാബേജും ക്യാരറ്റും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോൾസ്ലോ അത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റുമാണ്. ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞൊന്നും കളയുന്നില്ല. ഇതിലേക്ക് നമുക്കിനി വീണ്ടും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മയോൻ്റെ ടേസ്റ്റ് നോക്കുക. മയോയിൽ എന്താ കുറവുള്ളത് അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക, അല്പം മാത്രം വൈറ്റ് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. വിനീഗർ നിർബന്ധമൊന്നുമില്ല, നോക്കിയിട്ട് അല്പം മാത്രം ഞാൻ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം വൈറ്റ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുക. മയോണൈസിൻ്റെ അളവ് എന്താ പറയുക, നിങ്ങൾ മിക്സ് ചെയ്ത ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. ഇപ്പോൾ KFC നിന്ന് കിട്ടുന്ന കോൾസ്ലോവും അതുപോലെ തന്നെ പിസ്സ ഹട്ടിൽ നിന്ന് കിട്ടുന്ന കോൾസ്ലോ ഓരോന്നും വ്യത്യാസം ഉണ്ടാവും. അവരുടേതായ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 2 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്രഞ്ചി എഫക്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിഴിഞ്ഞ് കളയാതിരുന്നത് കേട്ടോ. വെള്ളം പിഴിഞ്ഞ് കളയാതിരുന്നത്, കാരണം വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയുമ്പോൾ ആ ക്രഞ്ചി എഫക്റ്റ് പോകും. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഞ്ചി ആയിട്ടുള്ള കോൾസ്ലോ ആണ്. അപ്പോൾ ഇതിലേക്ക് അല്പം കൂടെ മയോണൈസിൻ്റെ കുറവുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. 1 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ. എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതും ഗംഭീരമായിട്ടുണ്ട്. അല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പെപ്പർ പൗഡറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അതായത് എക്സ്ട്രാ നിങ്ങൾക്ക് പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വൈറ്റ് വിനീഗർ ഒഴിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിലൊക്കെ വൈറ്റ് വിനീഗർ ചേർക്കാനാണ്. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കോൾസ്ലോ പരിപാടി. അപ്പോൾ ഈ കോൾസ്ലോക്ക് നമുക്ക് ഒരു 2 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പോൾ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ നാളെ പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് കോൾസ്ലോ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പാർട്ടിക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇരിക്കും തോറും ഇതിലോട്ട് എല്ലാ ഭാഗത്തോട്ടും ഈ മയോണൈസൊക്കെ ഇറങ്ങിയിട്ട് ടേസ്റ്റ് കൂടാനുള്ള ചാൻസേ ഉള്ളൂ. 2 ദിവസത്തിൽ കൂടുതൽ എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾസ്ലോയിൽ ചെറിയ രീതിയിൽ പുളി വേണം. പുളിയും മധുരവും ഉപ്പും കറക്റ്റായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോം മെയ്ഡ് മയോണൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് പുളി കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ പുളി ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാബേജിലോട്ട് വിനീഗർ ചേർക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ പുളി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ പുളി ഇഷ്ടമില്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ബേസിക്കായിട്ട് പുളി കുറച്ച് വേണം. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാരറ്റിൻ്റെ അളവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് മാത്രം ക്യാരറ്റ് ഉപയോഗിക്കുക. നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ക്യാബേജാണ്. ചില ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണിയൻ, അതായത് സവാള ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ഓണിയൻ ചേർക്കാറുണ്ട്. ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഓൺലി ക്യാബേജ് ആൻഡ് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ കോൾസ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തെ കോൾസ്ലോ എന്ന് പറയുന്നത് സെയിം പോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് ഉപയോഗിക്കുന്ന കോൾസ്ലോ. അപ്പോൾ 2 കോൾസ്ലോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ കാണിച്ചു തന്നു മാത്രം. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതി ഏതാണോ അത് ചെയ്യുക. കാരണം രീതികൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, പക്ഷേ ചെറിയ ചെറിയ ടെക്നിക്സ് ആണ്. പക്ഷേ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രഞ്ചിയാണ്. ഇങ്ങനെ ശരിക്കും നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും നമ്മളിത് കഴിക്കും. അതേസമയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല. പക്ഷേ സാൻഡ്വിച്ചിലേക്ക് ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് കോൾസ്ലോ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീനാസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. You made a cold French fries. It's not French fries, കുട്ടാ, അത് മാംഗോ സാലഡ് ആണ് അത്. You almost made me eat French. കുറച്ചുകൂടി തണുപ്പാണ്, ടെക്സ്ചറൊക്കെ കറക്റ്റ്. പുളിയും ഉപ്പും അതിലൊക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ.
കുറെ ദിവസമായി ജാന്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ആ തണുപ്പ് അതിപ്പോ കട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഫ്രിഡ്ജിലേക്ക് കേട്ടാ. താങ്ക് യു. Hello. ഓക്കെ, ബൈ ബൈ.